ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് അങ്കമാലിയിലാണ്. അങ്കമാലിക്കാരുടെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ? എല്ലാവരും അടിച്ചു കയറി വാ. അങ്കമാലിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വന്നതാണ്. കല്യാണമല്ല, കല്യാണ തലേന്നത്തുള്ള ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അനുവിൻ്റെ മധുരം വെപ്പ്. വീടും പരിസരവുമൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. സ്റ്റേജൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അനുവിന് മധുരം കൊടുക്കട്ടെ. കൊള്ളാല്ലേ? ഇവിടുത്തെ തെങ്ങേ വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ബ്രൈഡ് റെഡിയായി. ബ്രൈഡിൻ്റെ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചടങ്ങുകൾ തുടങ്ങാറായി. ആദ്യമായി പ്രാർത്ഥന. പരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. മധുരം കൊടുക്കട്ടെ? വേണ്ട, കേട്ടില്ല. ചോദിക്കേ അനുവിന് മധുരം കൊടുത്തോട്ടെ? പറയാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് പറയാൻ സാധിച്ചില്ല. പറഞ്ഞു, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ള കാരണം അത് കോപ്പിറൈറ്റിനെ ബാധിക്കുന്നതുകൊണ്ട് ആണ് നമുക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫുഡ് എത്തി. ചോറ് നെയ്ച്ചോറാണ്. നെയ്ച്ചോറും അതിൻ്റെ കൂടെ പരിപ്പ് കറി ഉണ്ട് കേട്ടോ. പരിപ്പ് കറി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പരിപ്പ് കറി. ഇതാ നോക്കിയേ, പരിപ്പ് കറി ഉണ്ടല്ലേ, ഇതിങ്ങനെ ഒരു കുറുകി കിടക്കുന്ന ടൈപ്പ് പരിപ്പ് കറിയാണ്. പിന്നെ സലാഡ്, അച്ചാറ്, കൂട്ടത്തിൽ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങി. അങ്ങനെ നമ്മൾ അവസാനം പ്രതീക്ഷിക്കുന്ന ഐറ്റം എത്തി, ബീഫ്. അങ്ങനെ ഒടുവിൽ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ഊഴമായി. നമ്മൾക്ക് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ചോറ് വിളമ്പുകയാണ്. ചോറ് വിളമ്പി പുറകെ പരിപ്പ് കറി വന്നു, പരിപ്പ് വന്നു, ബീഫ് വന്നു, ചമ്മന്തി വന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ ഈ നെയ്ച്ചോറും പരിപ്പ് കറിയുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ നെയ്ച്ചോറും പരിപ്പ് കറിയും കൂടി കഴിക്കാനായിട്ട്. എന്തായാലും അങ്കമാലിക്കാരുടെ ഫുഡ് അടിപൊളിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.